ബാലുശ്ശേരി പൊന്നരന്തെരു ജംഗ്ഷനിൽ വെള്ളക്കെട്ടിന് പരിഹാരമാകാത്തതിനാൽ യാത്രാദുരിതം രൂക്ഷം. മഴവെള്ളത്തിൽ കുഴികളറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കുടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി. ബാലുശ്ശേരി കുന്നത്തേരു നന്മണ്ട കോഴിക്കോട് റോഡിലെ പൊന്നരന്തെരു ജംഗ്ഷനിലാണ് വെള്ളക്കെട്ടിനെ തുടർന്ന് യാത്രാദുരിതം രൂക്ഷമായത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ടാണ്. മഴവെള്ളത്തിൽ കുഴികളറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇതുവഴി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ്. ബാലുശ്ശേരി ടൗണിലെ ഗതാഗതക്കുരുക്കിലാകപ്പെടാതിരിക്കാൻ നന്മണ്ട ഭാഗത്തേക്കുള്ള മിക്ക വാഹനങ്ങളും കൈരളി റോഡിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ റോഡിലെ വെള്ളക്കെട്ട് കാരണം വാഹനയാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ്. റോഡിൽ നിന്ന് 1 മീറ്ററോളം ഉയരത്തിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമർ വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുന്നത് ഏറെ അപകടകരമാണ്. ഇത് വൻ ദുരിതത്തിനുള്ള സാധ്യതയുമുണ്ട്. വെള്ളക്കെട്ട് മാത്രമല്ല, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികളുമായിട്ടുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷനുകളും പലതവണ ബാലുശ്ശേരി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണെന്ന മറുപടി നൽകി പരാതിക്കാരെ തിരിച്ചയക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം നാട്ടുകാർ പരാതിയുമായി ജില്ലാ പഞ്ചായത്തിലെത്തിയപ്പോൾ 2 പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന റോഡാണെന്ന മറുപടിയാണ് ലഭിച്ചത്. വിവരാവകാശ നിയമപ്രകാരം ജില്ലാ പഞ്ചായത്ത് നൽകിയ മറുപടിയിൽ ബാലുശ്ശേരി കൈരളി റോഡ് ആരംഭിക്കുന്നത് 779.53 ഭാഗം ബാലുശ്ശേരി പഞ്ചായത്തിലും 2.3 കിലോമീറ്റർ നന്മണ്ട പഞ്ചായത്തിലുമാണെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ള ഭാഗം ബാലുശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. വെള്ളക്കെട്ട് ഒഴിവാകുന്നതിന് റോഡ് ഉയർത്തണമെന്നും ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.